അധിക പ്രായമൊന്നും അല്ല, പക്ഷേ ആ കുടുംബത്തിൽ മക്കളുണ്ട്, കൊച്ചുമക്കളൊക്കെ ഉണ്ട്. ഈ അമ്മയാണ് ആ വീടിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അമ്മ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു കുടുംബം, അതൊരു മറ്റൊരു മതത്തിൽപ്പെട്ടൊരു കുടുംബമാണ്. ആ കുടുംബത്തിലെ ഒരു സ്ത്രീ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മുഴുവൻ ഞങ്ങളെ പലതരത്തിൽ ദ്രോഹിച്ചു കൊണ്ടിരുന്നൊരു സ്ത്രീയാണ്. പലതരത്തിൽ ദ്രോഹിച്ചു. എന്നിട്ട് കുറെ നാളുകൾക്ക് മുമ്പ് ആ സ്ത്രീ മരിച്ചു. അതോടുകൂടെ ശല്യം തീർന്നുവെന്നാണ് ഞങ്ങൾ കരുതിയത്. എന്നാൽ അങ്ങനെയല്ല അച്ഛാ. ഞാൻ പറഞ്ഞു, പിന്നെ എന്തു പറ്റി? അച്ഛാ, കഴിഞ്ഞ ദിവസം എൻ്റെ ഇളയ മകള് പറഞ്ഞു, അടുക്കളയില് ആ സ്ത്രീ വന്നിരിക്കുന്നു. അടുക്കളയില് ആ സ്ത്രീ വന്നിരിക്കുന്നത് കണ്ടത്രേ. ഞാൻ ചോദിച്ചു, അമ്മച്ചി കണ്ടോ? ഞാൻ കണ്ടില്ല, പക്ഷെ മകള് കണ്ടു. അച്ഛാ, അത് മാത്രല്ല അച്ഛാ, വൈകുന്നേരങ്ങളില് അച്ഛാ വരാന്തേ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഞാൻ ചേച്ചി കണ്ടോ? ഞാനല്ലെന്ന്, വീട്ടിലുള്ള മറ്റുള്ളവരൊക്കെ കണ്ടെന്നാ പറയണേ. എന്റെ അച്ഛാ, എന്ത് ചെയ്യും? അവള് പ്രതികാരം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുവല്ലേ? പ്രതികാരം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നു. അച്ഛാ, എന്ത് ചെയ്യും? എന്ത് ശത്രു സംഹാര പൂജ നടത്തിയാണ് നമുക്ക് അവളെ ഒന്ന് ബന്ധിക്കാൻ പറ്റുന്നത്? സത്യക്രിസ്ത്യാനി ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ സങ്കടമാണ് ഈ പറഞ്ഞത്. ഞാനിത് പറയുമ്പോൾ ഈ കേൾക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളിന്റെ ഉള്ളിൽ ചില ചിന്തകളും ഓർമ്മകളും ഒക്കെ കടന്നു വരുന്നുണ്ടാവും. മരിച്ചയാൾക്ക് എന്തു സംഭവിക്കുന്നു? അയാൾ ഇങ്ങനെ പ്രതികാരം ചെയ്യാൻ വരുമോ? പ്രേതമായും ഭൂതമായും ഒക്കെ വരുന്നുണ്ടോ? ചില സിനിമയിലെ കഥാപാത്രങ്ങളെ പോലെ കള്ളിയാങ്കാട്ട് നീലിയൊക്കെ ആയിട്ട് വീണ്ടും വരുന്നുണ്ടോ? മോക്ഷം കിട്ടാതെ അലയുന്നുണ്ടോ? ഇതൊക്കെയാണ് ചോദ്യം. വിശുദ്ധ ഗ്രന്ഥം ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു? ഇന്ന് നമ്മൾ വായിച്ച തിരുവചന ഭാഗം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 25-ാം തിരുവചനം പറയുന്നു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മരിച്ചാലും ജീവിക്കും. അതെന്തുവാ അത്? മരിച്ചാൽ എങ്ങനെ ഒരാൾ ജീവിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനോട് ചേരുന്ന ഒരു വ്യക്തിയുടെ ശരീരം മണ്ണോട് മണ്ണായിട്ട് അടിഞ്ഞു തീർന്നാലും ആ വ്യക്തിയുടെ ആത്മാവ് നിത്യം നിലനിൽക്കുന്നു.